അവിടേക്ക് ടോണി പൊയ്ക്കോളും. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിന്നെ ജോലി കിട്ടിയതിന് ശേഷം ഇപ്പോഴൊന്ന് പുറത്ത് കാണാൻ കിട്ടുന്നത്. നീ അങ്ങനെ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുമ്പോ റോയച്ചന്റെ വായന്ന് ഞാൻ കേൾക്കും. അത് വീട് അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പിന്നെ റോയച്ചന് എന്നൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് പോട്ടെ, നിനക്ക് എന്താ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്? എന്ത് വേണമെങ്കിലും നിനക്ക് എടുക്കാം. എന്ത്? എന്നാലും ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയുള്ള സാധനം എടുക്കും. എടുത്തോന്നേ, സാജല്ലേ പറയുന്നത്. ഓക്കെ. കുറെ കാലായി നല്ലൊരു വാച്ച് വാങ്ങണമെന്ന് വിചാരിക്കണം. 8500. അത്ര ഉള്ളോ? ഇത് മതി. ശരി. ഞാൻ വിചാരിച്ചു നീ ഇതിലും വില കൂടിയത് വല്ലതും എടുക്കുള്ളൂ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെയോ കണ്ട മറന്ന ഒരു ഫീലിംഗ്. പാറുവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. സർ 8500. അമ്മേ, അതെ അതെ, ഈ ഗിഫ്റ്റ് നാളെ വാങ്ങിയാലും മതിയോ? എന്തേ? പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ നാളെ ഒന്ന് വാങ്ങിക്കോളാം. ഓക്കെ? പാറു, പാറു നിക്ക്. സോറി പാറു. എനിക്കൊന്നും കേക്കണ്ട. നിന്നെ വിശ്വസിച്ച് വന്ന് ഞാനാണ് മണ്ടി. എന്നെ അത്ര പോലും ഇഷ്ടമില്ലാത്ത കാരണം നീ പേഴ്സ് മറന്നു വെച്ചു വന്ന് ആ കടക്കാരൻ മുമ്പിൽ ഞാൻ നാണം കെട്ടു. സോറി, ഞാൻ ഇപ്പൊ പൈസ ആയിട്ട് വരാം. നീ പോയി വാങ്ങി നിന്നെ മറ്റു പാറിന് കൊടുത്തോ. ഞാൻ കോഫി ഷോപ്പിലേക്ക് പോവാ. ഇതാണോ നിന്റെ കോഫി ഷോപ്പ്? അത് ഞാൻ വിളിച്ചിട്ടാണ് പാറു വന്നത്. നീ മിണ്ടരുത്. കണ്ടോ സംസാരിച്ചോ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ സ്വന്തം ജോലി ഉഴപ്പിട്ടാ വരുത്. നീ ഇന്ന് ഓഫീസിലും പോയിട്ടില്ല, കോഫി ഷോപ്പിലും പോയിട്ടില്ല, എന്നിട്ട് കറങ്ങിടക്ക. ഇവക്കോ ബുദ്ധിയില്ല, നിനക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കോഫി ഷോപ്പിലേക്ക് പോവാ. പാറു പോയി. നീ എന്താ കൊടുക്കുന്ന? വീട്ടിൽ പോടാ. വൃത്തിയായിട്ടോ, മാനസമാനായിട്ട് പ്രേമിക്കാനും സമയം. എത്തിയോ? എവിടെയാ നീ? ഇവിടെ നോക്ക്. ഹായ് റോയ്. വിനു റോയുടെ ഫ്രണ്ട് ആണെന്ന് ഞാൻ എന്റെ അറിഞ്ഞില്ല. ബെസ്റ്റ് ഫ്രണ്ടാ. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. അവൻ തന്ന ഇൻവിറ്റേഷൻ നോക്കിയപ്പോ നിന്റെ അഡ്രസ്. അപ്പൊ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അവനോട് ഞാൻ പറഞ്ഞില്ല നിന്നെ എനിക്കറിയാവുന്ന. എന്തായാലും ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? നീ എന്റെ കൂടെ വരണം എന്റെ വീട്ടിലേക്ക്. അവൻ അവിടെ ഇരുത്തിട്ട് ഞാൻ വന്നിരിക്കാൻ. നിന്നെ കാണുമ്പോ അവനൊരു ഞെട്ടലിട്ടു. ശരി ശരി, പക്ഷെ എനിക്ക് അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണോടാ. നമുക്ക് ഈ കടയിൽ പോയാലോ? നീയും വാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. നല്ല പരിപാടി. ശരിയാക്കി തരാട്ടാ. ശരി. എനിക്കൊന്നും കേക്കണ്ട. നിന്റെ ഒപ്പം ഒരിടത്തേക്ക് ഞാനില്ല. അതല്ല, വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. നമ്മുടെ റോയച്ചനോട് വേറൊരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. റോയച്ചനോ? ഈ കല്യാണം കഴിക്കണമെന്ന് തന്നെയായിരുന്നു ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം? അതെ, എപ്പോഴും അത് തന്നെയായിരുന്നു എൻ്റെ ചിന്ത ആഗ്രഹം. അല്ല, കല്യാണം കഴിച്ച് കഴിഞ്ഞാലും അത് തന്നെ ആവും ആഗ്രഹം? അതാവില്ല. ഏതായാലും ബിനിച്ചേട്ടൻ കല്യാണം കഴിക്കാൻ വെച്ചിരിക്കുന്ന ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. എന്തേ? കേരളത്തിലെ ഡിവോഴ്സ് കേസുകൾ ഏറ്റവും കൂടുതലുള്ള ടൈമായിപ്പോഴും. അതെ, അറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഈ സാഹസത്തിന് മുതിരുന്നത് ഒരു ധീര കൃത്യാട്ടോ. അല്ല, പെൺകുട്ടിയെ കുറിച്ചിട്ട് നന്നായിട്ടൊക്കെ അന്വേഷിച്ചായിരുന്നു? കുറച്ചൊക്കെ. എന്താ ബിനിച്ചേട്ടാ ഇത്? സ്വന്തം ജീവിതം വെച്ചിട്ടൊക്കെ ആരെയും കളിക്കൂ? നന്നായിട്ടൊക്കെ അന്വേഷിക്കണ്ടേ? കല്യാണം പ്രമാണിച്ച് പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്ന പെൺപിള്ളേരുടെ കാല. അതെന്തിനാ? അല്ല, ഭർത്താവ് പാസ്വേഡ് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പുതിയ അക്കൗണ്ടിന്റെ പാസ്വേഡ് കൊടുക്കും. കുറച്ച് വെള്ളം. വെള്ളമല്ലേ ഇരിക്കുന്ന, എടുത്ത് കുടിക്ക്. കുടിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം കുടിക്കാനുള്ളതല്ലേ? അല്ല, എന്ത് വിശ്വസിച്ചിട്ടാ നമ്മൾ കല്യാണം കഴിക്കുക? നമ്മുടെ ഭാര്യ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് വിഷമാകത്തില്ല. നമ്മൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അവരോട് ചെയ്യുന്ന ചതിയാവില്ലേ? പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ ഏതായാലും കല്യാണം കഴിക്കാൻ പോകുന്ന സ്ഥിതിക്ക് ഒരു മുൻകരുതലെടുക്കുന്നത് നല്ലതായിരിക്കും. ഫോൺ
ആ സുർജിത്തെ പറയടാ. എടാ വിനു, നീ കല്യാണം കഴിക്കാൻ പോണ പെണ്ണേ ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കണ കണ്ടു കേട്ടോ. മുട്ടിയൊരുമയൊക്കെ പോണ കണ്ടത്, അല്ലാതെ ഞാൻ വിളിക്കൂടാ. ആ പിന്നെ എന്തൊക്കെയുണ്ടല്ലോ വിശേഷങ്ങള്? നിനക്ക് സുഖല്ലേ? എടാ ഇത്തിരി തിരക്കണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ചേട്ടന്റെ കല്യാണം എന്താന്നാ പറഞ്ഞേ? ചിലപ്പോ കല്യാണം നടന്നു വരില്ല. റോയിച്ച് വന്നു. എന്താടാ ബോറടിച്ചോ? നിന്റെ കല്യാണമൊക്കെ അല്ലേ, നിന്നൊന്ന് ഞെട്ടിക്കാന്ന് ഞാൻ കരുതി. അതിനാര് പറഞ്ഞു എൻ്റെ കല്യാണം ഒന്ന്? ഞാൻ ഇനി ജന്മത്ത് കല്യാണം കഴിക്കില്ല. നിനക്കെന്തു പറ്റി? ഞാൻ പോകുമ്പോ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. ടോണി ഇവനെന്തു പറ്റി? ഞാൻ പോവാ റോയ്. കല്യാണത്തിന് അറേഞ്ച്മെന്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യണം. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്റെ കൂടെ നിന്റെ വുഡ് ബി ഒന്നുണ്ട്. നിനക്കൊരു സർപ്രൈസ് ആവട്ടെന്ന് ഞാൻ കരുതി. അഞ്ജന, ഹായ്. നിന്നോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുക. എന്താ ഈ പ്രശ്നം? അറിഞ്ഞൂടാ. ഞാൻ പോകുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വിനു, വിനു നിക്ക്. സത്യം പറ, ഇവിടെ എന്തുണ്ടായേ? ഇവിടെ നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് റോയിച്ച, ഞാനിങ്ങനെ അയാളോട് കല്യാണത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നല്ല വശങ്ങളെ കുറിച്ച് പറയാന്ന് വെച്ചപ്പോ അയാളിങ്ങനെ ആയിപ്പോയി. നീ കാരണം കല്യാണം ചിലപ്പോ മുടങ്ങും. അതല്ല റോയിച്ച, ഞാൻ എന്തെങ്കിലും സംസാരിച്ചിരുന്ന് ബോറടി മാറ്റാന്ന് വിചാരിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരാളെ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ മാറ്റി വെക്കുമെന്ന് പറഞ്ഞാൽ അയാളല്ലേ കുറ്റക്കാരൻ. ഒരാൾ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആണെന്നും പാടില്ല. എനിക്കതൊന്നും അറിയണ്ട. നീ കാരണമാണ് ഇതുണ്ടായത്. ഇനി അവരെ തമ്മിൽ ഒന്നിപ്പിച്ച ശേഷം നീ വീട്ടിൽ കയറി മതി. ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. റോയിച്ച, അവൻ ഇങ്ങനെ മാറിയത് നീ കാരണമാണെങ്കിൽ അവനെ തിരിച്ചു മാറ്റാൻ നിനക്ക് കഴിയണമല്ലോ. അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ല. ഇറങ്ങിപ്പോടാ.